നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. സ്നേഹകൂടാരത്തിലെ എല്ലാ സഹോദരന്മാർക്കും, എൻ്റെ കൊച്ചുമക്കൾക്കും, എൻ്റെ ചേച്ചിമാർക്കും, അനിയത്തിമാർക്കും, ചേട്ടന്മാർക്കും, അനിയന്മാർക്കും എല്ലാവർക്കും ശുഭദിനം. ഞാനിപ്പോൾ ഈ വീഡിയോ വരുന്നതേ, സ്നേഹകൂടാരം നമ്മൾ പറഞ്ഞല്ലോ, നമുക്കൊരു ലക്ഷ്യമുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. ആ ലക്ഷ്യം ആത്മീയത വളർത്തുക, അതിലൂടെ സർവ്വജനങ്ങൾക്കും ശാന്തി സമാധാനവും പകരാൻ കഴിയുമെങ്കിൽ അത് നമ്മൾക്ക് നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളതല്ലേ നമ്മൾ പറഞ്ഞത്. പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ പണ്ടൊരു ക്ഷേത്രത്തിൽ പ്രവർത്തിച്ച സമയത്ത് എൻ്റെ കൂടെ പല ആളുകളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ കീഴ്ജാതിക്കാരുണ്ടായിരുന്നു, മേൽജാതിക്കാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു ഉള്ളതാണ്. പക്ഷെ അന്ന് അവിടെ ഒരു സംസാരം ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, കീഴ്ജാതിക്കാർ കയറി ക്ഷേത്രം അശുദ്ധമാക്കണമെന്നൊരു സംസാരം അവിടെ ഒരാൾ പറഞ്ഞു കേട്ടപ്പോൾ അതെൻ്റെ മനസ്സിനെ വളരെയധികം ബാധിച്ചതാണ്. കാരണം അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മുടെ ശിരകളിൽ ഓടുന്നത്, എല്ലാവരുടെ ശിരകളിൽ ഓടുന്നതും രക്തം തന്നെയാണ്, ചുവന്ന രക്തം തന്നെയാണ്. നമ്മൾക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒരിക്കലും ജാതി മത ചെറുപ്പ വലിപ്പ ചിന്ത നമ്മൾക്കുണ്ടാകരുത്. ഞാൻ ഇഴവനാണോ, നായരാണോ, നമ്പൂതിരിയാണോ, ഹരിജനാണോ, പറയനാണോ, ഒന്നും പുലയനാണോ, അങ്ങനെ ഒന്നും ഒരു ചിന്ത നമ്മൾക്കുണ്ടാകാൻ പാടില്ല. ഇതിനതീതമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. നമ്മളെല്ലാവരും ഒന്നാണ്, ഒറ്റ മനസ്സാണ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്രവർത്തിക്കണം. ആ പ്രവർത്തനമാണ് എനിക്ക് വേണ്ടത്. അന്ന് എൻ്റെ മനസ്സിൽ വന്ന വേദന, ആ വേദനയാണ് എൻ്റെ ചിന്തകളെ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും സ്നേഹകൂടാരം എന്ന മഹാസഭയിലൂടെ നമുക്ക് പ്രാവർത്തികമാക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മളിൽ ചെറുപ്പ വലുപ്പമില്ല, ജാതി ഭേദമില്ല, വർഗഭേദമില്ല, ഒരു ഭേദം ഉണ്ടാകരുത്. എല്ലാവരും ഒരിക്കലും നമ്മൾ ജാതി പറയരുത്, വിമർശിക്കരുത്, ജാതിയെക്കുറിച്ച് വിമർശിക്കരുത്. എല്ലാവരും സഹോദരരാണ്. സാഹോദര്യ സ്നേഹത്തിൽ കൂടെ മുന്നോട്ട് നമ്മൾ പോകേണ്ടതുണ്ട്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. എല്ലാവരും എനിക്കിത് പറയാം. ഞാനിപ്പോൾ ക്ഷേത്രത്തിൽ വന്നപ്പോൾ അങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്ന് സ്നേഹകൂടാരത്തിലെ എൻ്റെ സഹോദരന്മാർ എനിക്കിത് പറയാം, എന്നെ അനുസരിക്കും എന്നുള്ളതും നമ്മുടെ ലക്ഷ്യം ഇതാണ് എന്നുള്ളതും, നമ്മളിൽ ഒരു വിവേചനം ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾക്ക് ആരെയായാലും നമുക്ക് മാറോട് ചേർത്ത് പിടിക്കണം. നമ്മൾ ഒരു വിവേചനം ഉണ്ടാകരുത്. എൻ്റെ അങ്ങനെ ഉള്ളവർ മാത്രമേ നമ്മളെ കൂടെ കൂടാവൂ. ഒരു വിവേചനം ഉണ്ടാകരുത്. ഞാൻ ആരാണ്? ഞാൻ ചെറിയവനല്ല, വലിയവനല്ല, ദൈവത്തിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ പുത്രി എന്നുള്ള കൺസെപ്റ്റിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാവൂ. അമ്മേ ശരണം, ദേവി ശരണം.